സാർക്ക് നമസ്കാരം. ഞാനിത് ചോദിക്കാൻ കാരണം ഗായത്രി സുനിൽ വ്ളോഗ്സിൽ പൈസാറിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിൽ അറുകുല പിന്നെ ബ്രഹ്മരക്ഷസ് ഇതിനെ രണ്ടിനെയും പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ അറുകുലയുടെ കാര്യം പറഞ്ഞു. ഒരു കാൽ ഭാഗം എത്തിയപ്പോൾ തന്നെ വീഡിയോ റെക്കോർഡായി, പക്ഷെ സാറ് പറയുന്ന വോയിസ് അതിൽ ഒന്നും വരുന്നില്ല. പക്ഷേ എനിക്കാണെങ്കിലും കുറേ പേർക്ക് അത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു അത്. അപ്പം ഞാൻ ഓർത്തു ഇതെന്താ ഇങ്ങനെ എന്ന്. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റാണോ ഇത് എന്താണെന്ന് കൂടുതലായിട്ട് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നെപ്പോലെ ഒത്തിരി പേർക്ക് താല്പര്യമുണ്ട്. അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് വീണ്ടും ഗായത്രി സുനിൽ വ്ളോഗ്സിൽ ഒന്നും കൂടി റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നും കൂടി അതും കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയും കൂടി ഇടണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ. ഇന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ തത്വമസി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. കുറേ എൻക്വയറി എനിക്ക് പേഴ്സണലി വന്നു കേട്ടോ, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു വാലും തുമ്പും കിട്ടുന്നുണ്ടാവില്ലേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്നൊക്കെ. അപ്പം ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീനിവാസ പൈസാറായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ കണ്ടാൽ തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ശ്രീനിവാസ പൈസാറിൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നാൽ പോലും ചില നിയോഗങ്ങളും നിമിത്തങ്ങളും നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടിട്ട് നമ്മൾ പറയേണ്ട കാര്യം അതെങ്ങനെയൊക്കെയോ കാറ്റിലൊഴുകി വരുന്നത് പോലെ ചില ടോപ്പിക്കുകൾ വരും. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അന്നത്തെ ഒരു നിയോഗം പോലെ ആ ഒരു ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുക. പതിവ് തെറ്റിയില്ല. അവിടെ ചെന്ന സമയത്ത് നമ്മൾ ഷൂട്ടിന് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു നിയോഗം പോലെ ബ്രഹ്മരക്ഷസും അറുകുലയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ എടുക്കാം എന്ന് സാറ് ഇങ്ങോട്ടേക്ക് പറയുകയുണ്ടായി. അപ്പം ഞാനും വിചാരിച്ചു, കാരണം ഞാൻ സാറിനോട് അറുകുലയെ സംബന്ധിച്ചിടത്തുള്ള കുറച്ച് ഡൗട്ട്സ് ഞാനിങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നൊരു കുട്ടി, സാറിന് പരിചയമുള്ള ഒരു കുട്ടി, അവരുടെ കുടുംബപരമായിട്ട് ബ്രഹ്മരക്ഷസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് സാറാണത് ക്ലിയർ ചെയ്ത് കൊടുത്തത്. അതിനൊരു സൊല്യൂഷൻ ചെയ്ത് കൊടുത്തത് സാറാണ്. അപ്പോൾ സാർ ആ ഒരു അനുഭവം കൂടി എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. പെട്ടെന്ന് തന്നെ സാറ് പറഞ്ഞു, ഗായത്രി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രഹ്മരക്ഷസും അറുകുലയും, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു. എനിക്കും സന്തോഷം. ഓക്കെ, കാരണം എല്ലാവരുടെയും കുടുംബപരമായിട്ട് ഒരു കുടുംബക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന രണ്ടുപേരാണ്. ഇവരിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ പലവർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള മൂർത്തികൾ ത്രൂ ഉണ്ടാകാം. ചിലവർക്ക് അത് സംരക്ഷണമായിട്ടുണ്ടാകും, ചിലവർക്ക് അത് പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ പലർക്കും അറിയാനുള്ളൊരു ആകാംക്ഷയുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ സാർ നമുക്ക് എടുക്കാം, കാരണം എല്ലാവരിലേക്കും ആ ഒരു ഇൻഫർമേഷൻ എത്തുമല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു നിയോഗം പോലെ അത് എത്തട്ടെ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എൻ്റെ മൈക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ മൈക്കിൻ്റെ മോഡും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം. മൈക്ക് സിംഗിൾ മൈക്കാണ്. ഇതിനൊരു 3 മോഡ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു മോഡാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ഞാൻ അതിൽ ഓരോ വോയിസ് ക്യാൻസലേഷൻ്റെ ബട്ടണും പ്രസ് ചെയ്ത് ഏതാണ് കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ളത് അത് സാറിന് അത് സെറ്റ് ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്തതിൻ്റെ വോയിസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് സാറിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഇത് ഫസ്റ്റ് തൊട്ടേ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ചില സമയത്ത് ലഞ്ച് ബ്രേക്ക് എടുക്കും അല്ലേ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിരിക്കുമ്പോൾ പോലും ഞാൻ വീണ്ടും ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് സാറിന് കൊടുക്കാറുള്ളൂ. അപ്പോൾ കാരണം എൻ്റെ അടുത്ത് ഒരു മൈക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനത് എഗെയിൻ ആൻഡ് എഗെയിൻ ചെക്ക് ചെയ്ത് സാറിന് ഒരു കൺഫർമേഷൻ വരുത്തിയതിന് ശേഷം കൊടുക്കുന്നത്. അപ്പോൾ പതിവ് പോലെ ഞാൻ ഫുഡ് കഴിച്ച് ഞങ്ങളവിടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് സാർ ആ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പണ്ട് കാലങ്ങളിൽ ആരാണ് അറുകൊല, ആരാണ് രക്ഷസ്, ഏത് രീതിയിലാണ് നമ്മളത് അവരെ ഉപാസിക്കേണ്ടത്. അപ്പം അവരെ ഉപാസിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും മുടക്കം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ആചാരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആ കുടുംബത്തിലുള്ളവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതേപോലെ അതിനുള്ള സൊല്യൂഷൻ എന്താണ്. സൊല്യൂഷൻ ഇപ്പോൾ എല്ലാ മൂർത്തികൾക്കും ഒരേപോലുള്ള സൊല്യൂഷനാണോ നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട്, കാരണം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട അത്രയും വിശദമായിട്ടുള്ള രീതിയിലാണ് സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിരുന്നത് വെച്ചാൽ, ഷൂട്ട് ചെയ്യുമ്പോൾ 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് ഒരു എപ്പിസോഡ്. സാധാരണ സാറ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി പോകാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്യില്ല. കാരണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം, ചില വീഡിയോ ഒക്കെ കറക്റ്റ് ഒരു മണിക്കൂറിനോട് അടുപ്പിച്ചുള്ള വീഡിയോസ് വരെ ഇതിലുണ്ട്. കാരണം ഞാൻ കട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളോട് പറയുമ്പോൾ നമ്മൾക്ക് ഉറപ്പായിട്ടും അവരുടെ ആ ഒരു നോളജ്, ഞാനിപ്പോൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഇപ്പോൾ ശ്രീനിവാസ പൈ സാറിനെ പോലെ തന്നെ ഒത്തിരി ഗുരുക്കന്മാരുണ്ടാവും. ഇവരുടെയൊക്കെ ഇൻഫർമേഷൻസ് നമുക്കൊരു ഡാറ്റാബേസ് പോലെയാണ്. പലവർക്കും അത് ഉപകരിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നിമിത്തം ഉപകരിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കിപ്പം സ്പ്ലിറ്റ് ചെയ്ത് പല എപ്പിസോഡ്സ് ആയിട്ട് ഇടണമെങ്കിൽ ഇടാം, പക്ഷെ അപ്പോഴും അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നം വരുമോ എന്ന് ആലോചിച്ചിട്ടാണ് സാറ് പറയുമ്പോൾ അത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എടുത്തിട്ട് അങ്ങനെ തന്നെയാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്, ഞാനും സാറും കൂടി പ്ലാൻ ചെയ്തത്, നമുക്ക് മാക്സിമം 15 മിനിറ്റ്സ് മതി. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ഒരുങ്ങാം. പിന്നെയും ഒരു 2-3 മിനിറ്റ്സ് ലാഗിങ് വരികയാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു 15 മിനിറ്റ് എന്നുള്ളൊരു രീതിയിലായിരുന്നു ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. കറക്റ്റ് ആദ്യത്തെ ഒരു 15 മിനിറ്റ്, 14 മിനിറ്റും 39 സെക്കൻഡോ അങ്ങനെ എത്രയോ വന്നപ്പോൾ തന്നെ മൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോ അഗൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സെയിം ടോപ്പിക്ക് തന്നെയാണ്, അർഗുല ഒരു ടോപ്പിക്ക്, ബ്രഹ്മരക്ഷസിൻ്റെ ഒരു ടോപ്പിക്ക്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു 3 എപ്പിസോഡ്, കറക്റ്റായിട്ട് ഒരു 3 എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്തു. ഞാനിത് സാറ് തന്നെയാണ് കറക്റ്റ് ടൈം. ഞാനിങ്ങനെ കോളേജിലൊക്കെ ഈ ലെക്ചർ നമ്മുടെ സാർമാരൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഞാൻ ഈ ടോപ്പിക്കിൽ അങ്ങനെ ഇൻവോൾവ് ആയി, അത്രയും ശ്രദ്ധിച്ച് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം പറയേണ്ടതൊക്കെ ഞാൻ മറന്നു. അപ്പോൾ സാറ് പക്ഷെ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും തന്നെ വീഡിയോ മൈൻഡപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും ഇപ്പോൾ എത്ര സമയം? ഞാൻ പറഞ്ഞു സാറ് 14 മിനിറ്റ് 39 സെക്കൻഡ്. അത് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ പറഞ്ഞു സാറ് 15 മിനിറ്റ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ 3 വീഡിയോയും മൈൻഡപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മതി നമുക്ക്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസും കൂടി അതിൽ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരുന്നു. അപ്പോൾ സാർ ഈ 3 വീഡിയോ പറയുന്നതിൻ്റെ ഇടയിൽ സാറ് കിന്നരന്മാർ, ഗന്ധർവൻ കിന്നരന്മാർ, അങ്ങനെ ആ ഒരു സബ്ജക്റ്റ് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ നോട്ട് പാഡ് എടുത്ത് എഴുതി വെച്ചു, അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ചോദിക്കണം, ഗന്ധർവന്മാരെ കുറിച്ചും കിന്നരന്മാരെ കുറിച്ചിട്ടൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് അവിടെ വെച്ചു. കറക്റ്റ് 3 വീഡിയോ ഞങ്ങൾ മൈൻഡപ്പ് ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് ഇത്രയും മതി, നമുക്ക് ഇനി അടുത്ത ദിവസം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് അറിയാൻ കൊതിച്ചിരുന്ന കുറേ ഇൻഫർമേഷനാണ് കിട്ടിയത്. അപ്പോൾ അത്രയും ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും വളരെ സന്തോഷമായിരുന്നു. ഞാൻ വിചാരിച്ചു ഈശ്വര, കുറേ പേർക്ക് ഇത് ഉപകാരമാവുമല്ലോ, ഇത് നല്ല കണ്ടന്റ് ആണല്ലോ. അപ്പോൾ പറഞ്ഞു തന്നതൊക്കെ ആ അത്രയും ഒരു ഷോർട്ട് പീരീഡിൽ സാർ അത്രയും കഴമ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നു. വളരെ സന്തോഷിച്ചു. അപ്പം സാധാരണ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും ചെക്ക് ചെയ്യുക പോലും ഇല്ല, തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നേരത്തൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ സാറിൻ്റെ എനിക്കറിയില്ല, ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടിട്ട് സാറേ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ തന്നെ, ഞാൻ ഫോണിലാണ് എടുക്കുന്ന വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ലാസ്റ്റ് വീഡിയോ ആണ്, ക്ലിക്ക് ചെയ്തപ്പോൾ അതിന് വോയിസ് ഇല്ല. അപ്പോൾ ഞാൻ വിളിച്ചത് എന്താ സംഭവിച്ചത്, മൈക്കിന് എന്തെങ്കിലും പ്രശ്നം പറ്റും? മൈക്കിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല, കാരണം ഞാനെല്ലാം വെൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പം രണ്ടാമത് എടുത്ത വീഡിയോ ചെക്ക് ചെയ്തു, അതിനും ശബ്ദമില്ല. അപ്പോൾ എനിക്കൊക്കെ ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോൾ ആദ്യം എടുത്ത വീഡിയോ ചെക്ക് ചെയ്തു, അപ്പോൾ അതിന് വോയിസ് ഉണ്ട്. അപ്പം ഞാൻ
സാറിനോട് പറയാം, സാറേ നമ്മുടെ സമയമൊക്കെ ഇതായിപ്പോയല്ലോ, എടുത്തത് കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് എണ്ണി പറക്കിക്കൊണ്ടിരിക്കുക. അപ്പം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല ഗായത്രി, ആദ്യത്തെ വീഡിയോ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോ ചെക്ക് ചെയ്തുകൊണ്ടിരുമ്പോൾ ആദ്യത്തെ വീഡിയോയ്ക്ക് ശബ്ദമുണ്ട്, പക്ഷേ ശബ്ദം ഉണ്ടെങ്കിലും സാർ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അർഗുലയെ കുറിച്ചിട്ടാണ്. അതിൽ സാർ ഇങ്ങനെയാണ് പറയുന്നത്, ബ്രഹ്മരക്ഷസ് അർഗുല, അതിൽ അർഗുലയ്ക്കാണ് ശക്തി. കമ്പയർ ചെയ്യുമ്പോൾ അർഗുലയാണ് കുറച്ചുകൂടി ഒരു ഉഗ്രമായിട്ട് നിൽക്കുന്ന ഒരു മൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് അർഗുല, ഇതിനെക്കുറിച്ചാണ് സാർ പറയുന്നത്. എങ്ങനെ ഇവർ വന്നു, അപ്പം ഇവരെ എങ്ങനെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ശരിയായിട്ടുള്ള രീതിയിൽ ഉപാസിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഉപാസിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും എന്താ പറയുക, നമുക്കെതിരെ ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു വേർഡ് സാറ് 2 തവണ റിപ്പീറ്റ് ചെയ്തു. കറക്റ്റ് ആ 2 തവണ റിപ്പീറ്റ് ചെയ്ത് എൻഡ് ചെയ്യുന്ന അവിടെ തൊട്ടിട്ട് പിന്നെ ആ വീഡിയോയ്ക്ക് വോയിസ് ഇല്ല. വോയിസ് ഇല്ല എന്ന് പറഞ്ഞാൽ വോയിസ് ഇല്ല, അയക്കുന്നൊരു പ്രശ്നമില്ല. വീഡിയോ ക്യാമറ വീഡിയോ ഓൾറെഡി എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ശബ്ദമില്ല. ഇതെന്തും മിറാക്കിളാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായവും പല കമൻസും ഉണ്ടാവും. അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു 2 ദിവസം മുന്നേ ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു ടോപ്പിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ അവിടെ ദൃക്സാക്ഷിയായിട്ട് ഞാൻ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളൊരു വീഡിയോ ചെയ്തു. വീഡിയോയുടെ എൻഡിങ് പോർഷനിൽ സാറ് ഷുഗറിനെ കുറിച്ചും, ഷുഗർ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനെ കുറിച്ചിട്ട്, അത് ലോ ആയി കഴിയുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് സാർ ജസ്റ്റ് ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ വന്നതാണ്. വീഡിയോ മൈൻഡപ്പ് ചെയ്തു. ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. സാറിന് പെട്ടെന്ന് എനർജിയൊക്കെ ഡ്രെയിനായി, വല്ലാത്തൊരു കണ്ടീഷനിലായി. അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ സാർ പോയിരുന്നിട്ട് ഒരു പഴം കഴിക്കുകയാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിത് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ സാർ, എന്ത് പറ്റി സാർ മെഡിസിൻ കഴിക്കുന്നോ എന്നൊക്കെ സാറിൻ്റെ വൈഫ് ചോദിക്കുന്നുണ്ട്. കുറച്ചൊരു എന്താ പറയുക, എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല ഹെൽത്ത് വൈസ് സാറിൻ്റെ. എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെയെന്നുള്ളൊരു ഇതായി. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറിനൊരു സോഫയിൽ എന്നോട് പറഞ്ഞു, ഇപ്പം ഷൂട്ട് ചെയ്യണ്ട, കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞു. അവന് മതി സാർ, മതി സാർ, ഓക്കെ ആയതിനു ശേഷം നമുക്ക് ഷൂട്ട് ചെയ്താൽ മതി, സാർ റെസ്റ്റ് എടുക്കും, ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം, നമുക്ക് പിന്നൊരു ദിവസം എടുക്കാമെന്ന് പറഞ്ഞു. ഇല്ല നമുക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം, അപ്പം ഒരിത്തിരി നേരം അത് കഴിയുമ്പോൾ റെഡിയാവും എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങളും അപ്പോൾ ഇവിടെ ഇരുന്ന് സാറിൻ്റെ വൈഫുണ്ട്, സാറുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ ജനറലൈസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചുമ്മാ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിന് വല്ലാണ്ട് എനർജി ഡ്രെയിൻ ആവുന്നുണ്ട്, എന്തോ ഒരു വൈകായിക പോലെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് സാറിന് ഒരു കോള് വന്നു. അപ്പോൾ ആ കോളിൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. എനിക്ക് ആരാണെന്ന് അറിയില്ല. അപ്പോൾ ആരോ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞ കൺസേൺ, അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എനർജി ഭയങ്കരമായിട്ട് ലോ ആവുന്നു, ഡ്രെയിൻ ആവുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് വിളിച്ചത്. സാർ ബ്ലെസ് ചെയ്തു അവരെ. അതിനുശേഷം സാർ ഓക്കെ ആയി, വിത്തിൻ എ സെക്കൻഡ്സ് സാർ ഓക്കെ ആയി. അപ്പോൾ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാൾ വിളിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതേപോലെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് തന്നെ സാറിനത് സാറിൻ്റെ ഓറയിൽ കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ സാറിനോട് ചോദിക്കുകയും ചെയ്തു, സാർ ഇത് സാറിന് പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്നിട്ട് മാഡത്തോടും സംസാരിച്ചു, മാഡത്തിന് വിഷമമില്ലേ, കാരണം സാർ അവർ നല്ലൊരു മനസ്സോടു കൂടിയാണ് എല്ലാവരുടെയും കർമ്മം എന്ന് പറയുന്ന ഇതിൽ കൈവയ്ക്കുന്നത്. അപ്പോൾ അത് സാറിന് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. എനിക്ക് വിഷമം വന്നു, പക്ഷേ ഓരോരുത്തരുടെ ഓരോ ജന്മനിയോഗം ആണ്. നമ്മൾ അതിൻ്റെ ബ്ലെസ്സിങ് ഒക്കെ സാറിന് കിട്ടട്ടെ, എന്താ പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ സാറിനോട് ഇങ്ങനെ, സാറ് എനിക്കെന്തോ അത് എന്താ പറയുക, നമ്മളിപ്പോൾ വീഡിയോയിൽ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും അതും സാറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എന്തെങ്കിലും മൂർത്തികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ആ ഒരു എനർജിയുടെ പ്രസൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഡേ ടു ഡേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ സംസാരിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് സാർ പറഞ്ഞു,
ആ എനർജിയുടെ പ്രസൻസ്, വേറെ ഒന്നുമല്ല. ഞാൻ എപ്പോഴും അവിടെ എൻ്റെ കിളിപോയ അവസ്ഥയിൽ, അയ്യോ എൻ്റെ വീഡിയോ കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലോ അങ്ങനെ ആയാലോ എന്നൊക്കെ പറഞ്ഞ്, എന്നാലും എന്താ സാർ പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരവസ്ഥയിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പം സാറിന് കാര്യം മനസ്സിലായി. സാറ് പറഞ്ഞു ഒന്നുമില്ല, പരിഭ്രമിക്കാനൊന്നുമില്ല. അത് ആ എനർജീസ് നമ്മൾ സാറ് ആ ഒരു ഫ്രീക്വൻസിയിൽ പറഞ്ഞപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ആ എനർജിയുടെ പ്രസൻസ് അവിടെ കാണിച്ചതാണ് ആ എനർജി. അപ്പം അത് ഈ വീഡിയോ ചെയ്യണ്ടെന്നാണോ ഉദ്ദേശിച്ചത് അതോ എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്നും അറിയില്ല. അപ്പം സാർ എന്നോട് പറഞ്ഞു നോക്കട്ടെ, നമുക്കിത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കട്ടെ, നിയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ എടുക്കാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ശരിയാണ്, കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ. ചിലപ്പോൾ ആ എനർജീസ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പം അതിന് ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ചെയ്യണ്ടെന്നുള്ളതായിരിക്കാം. വേറൊരു കാര്യമുണ്ട്, ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ സിനിമ ഷൂട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നത് വരെ അവർക്കുണ്ടായിരുന്ന, അതായത് ആ പ്രൊഡ്യൂസർക്കും അതേപോലെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു വാഹനാപകടത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. തീ പിടിക്കുക അല്ലെങ്കിൽ ഇതേപോലെ ആക്സിഡൻസ് ഉണ്ടാവുക. അതിൽ എഴുതിയ ആളാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല, ഡയറക്ടറാണോ, ആരോ ഒരാൾ അതിൽ മരണപ്പെടുകയും ചെയ്തു. ആ സിനിമ ഷൂട്ട് ചെയ്ത് അവസാനിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഇങ്ങനെയാണ്, നമുക്ക് പോലും അദൃശ്യമായിട്ടിരിക്കുന്ന അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളുണ്ട്. അപ്പോൾ ഇവരുടെ ഇടപെടലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു സാക്ഷിഭാവത്തിൽ നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് ആ എനർജീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഇനി ആ വീഡിയോ എടുക്കാൻ സാധിക്കുമോയെന്ന് എനിക്കറിയില്ല. അതിന് സാറ് പറയുന്ന പോലെ ചെയ്യുള്ളൂ. ഇനി എന്തായാലും അദ്ദേഹം പറയണം, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടണം. ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാരണം ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എന്തിനാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾക്കായിട്ട് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഒത്തിരി പേര് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, അതിൻ്റെ ബാക്കി എവിടെ, അല്ലെങ്കിൽ ആ വീഡിയോക്ക് എന്താണ് സാറ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.